ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാറിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഡാഷ്ബോർഡൊക്കെ ക്ലീനിങ്ങിൻ്റെ കുറിച്ചാണ്. അതുപോലെ അതിൻ്റെ പോളിഷിങ്ങും ഒക്കെ എങ്ങനെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാണ് പറയുന്നത്. ഞാനിപ്പോൾ റെഗുലറായിട്ട് ഇൻറ്റീരിയറൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറേ ഈ പോളിഷും അതുപോലെ ഇവരുടെ കുറേ ബ്രാൻഡിൻ്റെ 3M അങ്ങനെ കുറേ ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ എല്ലാം ട്രൈ ചെയ്ത് നോക്കി ലാസ്റ്റായിട്ട് ഒരു ബ്രാൻഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് നിർത്തി വെച്ചൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ബ്രാൻഡുകൾ ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ എന്തായാലും കൊടുക്കാം. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന് ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നിങ്ങൾക്ക് ഈ ഷൈൻ ഓൾറെഡി കാണാം. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി 2 മാസമായിട്ട് മുമ്പ് പോളിഷ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഷൈൻ ഇപ്പോഴും ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ ഡസ്റ്റ് കയറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുള്ള കുഴപ്പമാണത്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഏരിയ കുറച്ചിപ്പോൾ ഡസ്റ്റി ആയിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലാറ്റുകളൊക്കെ വന്നിട്ട് ഇപ്പോൾ ഡസ്റ്റി ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു റെഗുലറായിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു പോളിഷിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഫിക്സ് ചെയ്ത ആ പോളിഷുകൾ ഞാൻ മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയ പോളിഷുകളൊക്കെ ഒന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതാണ് ഞാൻ മൈക്രോഫൈബർ ഒരു സ്പെഷ്യൽ ഒരു മൈക്രോഫൈബറാണ്, ലിൻഫ്രീ എന്ന് പറഞ്ഞിട്ട്. ഇത് നോർമൽ മൈക്രോഫൈബറിൻ്റെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇതാണ് ഞാൻ പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നോർമൽ മൈക്രോഫൈബർ ഞാൻ കാണിച്ചു തരാം. അത് ഡിഫറൻസ് കാണിച്ചു തരാം. ഇതാണ് നോർമൽ മൈക്രോഫൈബർ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് കണ്ടോ. ഇത് സെല്ലോൻ്റെ ആണിത്. ഇത് ഉണ്ടോ വെച്ചാൽ ഡിഫറൻസ് ഉണ്ട്. പോളിഷിങ്ങിന് ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണിത്. പിന്നെ അബ്സോർപ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ വാട്ടർ അബ്സോർപ്ഷൻ ഇതിന് കുറച്ച് കുറവായിരിക്കും. എന്ന് വെച്ചാൽ ഇത് വാട്ടർ അബ്സോർപ്ഷൻ നല്ല കൂടുതലായിരിക്കും. അപ്പോൾ പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതിനാണ്. അപ്പോൾ നമ്മൾ പോളിഷ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഉപയോഗിക്കണം. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതാണ് ഇതിൻ്റെ വേറെ 2 മൈക്രോഫൈബർ മൈക്രോഫൈബർ പോളിഷിങ് ക്ലോത്ത് എന്നാണ് പേര്. കണ്ടു. ഇതിന് 2 150 രൂപ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച ഇത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് ഞാൻ ആദ്യം ഉപയോഗിക്കാറ്, പ്രൊട്ടക്ടർ സ്പ്രേ ഓട്ടോമാക്സിൻ്റെ. ഇത് ഫെവിക്കോൾ ബ്രാൻഡിൻ്റെയാണ്, പിഡിലൈറ്റിൻ്റെയാണ്. ഇത് 100 രൂപ ഉള്ളൂ ഇതിന്. പക്ഷേ ഇത് കുഴപ്പം എന്താ വെച്ചാൽ പോളിഷിങ് എന്ന് വെച്ചാൽ പോളിഷ് നമ്മുടെ ഷൈനൊക്കെ കിട്ടും. പക്ഷേ ഭയങ്കരമായിട്ട് ഡസ്റ്റ് അട്രാക്ട് ചെയ്യും. പിന്നെ ഭയങ്കരമായിട്ട് റിഫ്ലക്ഷനും വരും. അപ്പോൾ നമ്മൾ ബ്ലാക്ക് സർഫസിനും എല്ലാത്തിനും അടിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ബൈക്കായാലും കാറായാലും അടിച്ചു കൊടുക്കാം. ഏറ്റവും ഒരു റേറ്റ് കുറഞ്ഞ സാധനമാണത്. പിന്നെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് മാരുതിയുടെ തന്നെയാണ് പോളിഷിങ്. ലിക്കി മോളിയുടെയാണ് ബ്രാൻഡ്. പക്ഷേ MGA ഉള്ളതാണ്, മാരുതി ജെന്യുയിൻ അക്സസറീസിലുള്ളതാണ്. ഇത് നമുക്ക് പുറത്ത് ഉപയോഗിക്കാം, ഉള്ളിൽ ഉപയോഗിക്കാം. പക്ഷേ എന്താ കുഴപ്പം എന്താ വെച്ചാൽ ഇത് കുറച്ച് തിക്ക് ചെല്ലാണ്. അപ്പോൾ മര്യാദയ്ക്ക് നമ്മുടെ ഇപ്പോൾ മെഷീനൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ റെസിഡ്യൂ വരും അവിടെ. അതിന് കുഴപ്പം. അല്ലെങ്കിൽ അത് നല്ലത് തന്നെ, കുഴപ്പമില്ല. പുറത്ത് ഉപയോഗിക്കാനും ഇന്ത്യയിലും വലിയ കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷേ ഷൈൻ കുറവാണ്. പിന്നെ ഞാൻ നോക്കിയത് 3M ഇത് മേക്ക് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മോഡലാണ്, ഡാഷ്ബോർഡ് ടെസ്റ്റർ എന്ന് പറഞ്ഞിട്ട് 3M കാർ കെയർ. ഇതിനൊരു 275 ഉണ്ട് 2 ml. ഇത് അത്യാവശ്യം നല്ല ഷൈനും ഇതൊക്കെ കിട്ടുന്നുണ്ട്. ഇതിനിപ്പോൾ റേറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്. 300 മുകളിലായിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് പഴയ മോഡലാണെന്ന് തോന്നുന്നുണ്ട്. റേറ്റ് എന്താ കാണിക്കുന്നത് അറിയില്ല. എൻ്റെ ഞാനൊരു 2-3 ബോട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇത്. പിന്നെ ഇതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ ഷൈനും അത്യാവശ്യം നല്ലതൊക്കെയാണ്. സൂം ആവണില്ല. ഇതാ നിങ്ങൾക്ക് കെമിക്കൽസ് ഭയങ്കര യൂസ് വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇവർ തന്നെ അതിൻ്റെ ബാക്കിൽ പറയുന്നുണ്ട് നമ്മൾ ഈ എന്താ പറയുക കയ്യിൽ ഗ്ലൗസ് ഇടാണ്ടോ അങ്ങനെ കയ്യിലാവാണ്ട് നോക്കണം എന്ന് പറയുന്നുണ്ട്. ഞാനൊരു ദിവസം ഇതുപോലെ ഇത് കൈ നോക്കാണ്ട് ഉപയോഗിച്ചിട്ട് കൈയാക്കി പൊള്ളിയ പോലെ ഒരു എഫക്റ്റ് വരുന്നുണ്ട്. അതിനൊരു കുഴപ്പമുണ്ട്, കുറച്ച് ഹാർഡ് കെമിക്കലാണ്. അപ്പോൾ നമ്മുടെ ഈ ഡാഷ്ബോർഡിന് ഈ പ്ലാസ്റ്റിക്കിന് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സൗണ്ട് നിങ്ങൾ നോക്കേണ്ടത് എയർ പ്യൂരിഫയറിൻ്റെയാണ്. അത് ഓട്ടോ സെൻസിങ് ഓണായതാണ്. അപ്പോൾ ഞാൻ ഒന്ന് കുറയ്ക്കാം. പിന്നെ പിന്നെ നോക്കിയത് വാക്സ് പൂളിൻ്റെ ബ്രാൻഡാണ്. ഇതും ഒരു ഫേമസ് സാധനമാണ്. വിനൈലും ലെതറിനും ഒരുമിച്ച് ഉപയോഗിക്കാനുള്ള ടൈപ്പാണ്. UV ഗാർഡ് ഉള്ളതാണ്. ഇതും അത്യാവശ്യം കൊള്ളാം. പക്ഷേ സ്മെല്ലൊക്കെ ബോറാണ്. പക്ഷേ റേറ്റ് ഇപ്പോൾ 133 ഇപ്പോൾ 150 സംതിങ് ആയിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ ആണെങ്കിൽ ഒരു സ്പോഞ്ചും കിട്ടും, അപ്ലിക്കേറ്റർ. അതും വലിയ കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര നമുക്കിപ്പോൾ മെയിൻ പ്രോബ്ലം പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതപ്പോൾ തന്നെ നമുക്ക് നിങ്ങൾ ഇതിൽ കാണുന്നതിനും അറിയില്ല. ഇത് നമ്മുടെ നോർമൽ ഇതിൻ്റെ ആയിരുന്നു, മറ്റേ മോട്ടോമാക്സ് ചെയ്തായിരുന്നു ഞാൻ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ബ്രാൻഡിൻ്റെ ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു പോളിഷ് ചെയ്യാൻ വേണ്ടി മോട്ടോമാക്സിൻ്റെ നമ്മുടെ 20 രൂപയുടെ ഒരു ഇത് കിട്ടും. അത് വെച്ച് ചെയ്താണ്. അത് കാരണം
ഒരു പെട്ടെന്ന് ഭയങ്കര ഷൈൻ ആവുകയും ചെയ്തു. പിന്നെ ഭയങ്കര സൺലൈറ്റ് റിഫ്ലക്ഷൻ വരുന്നുണ്ട്. അതാണ് ഈ മെയിൻ പോളിഷുകളുടെയൊക്കെ ഒരു പ്രോബ്ലം. ഇപ്പോൾ ഇതിനുണ്ട് യു വി ഗാർഡ് എന്ന് പറയുന്നത്. നമുക്ക് എന്താ വെച്ചാൽ ഈ സൺലൈറ്റിൻ്റെ UV പ്രൊട്ടക്ഷൻ ഇതിൻ്റെ കോട്ടിങ് വരുന്നുണ്ട് ഇതിലൊക്കെ വാക്സ് ഫുള്ള്. അത് നമ്മുടെ 3M വരുന്നുണ്ട്. പക്ഷേ ഇതിൽ മെൻഷൻഡ് ഒന്നല്ല, നോർമലി വരുന്നുണ്ടാണെന്നാണ്, പുതിയതിലൊന്നും മെൻഷൻഡ് അല്ല. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരെണ്ണത്തിൽ ഫിക്സ് ആയിക്കെന്ന് പറയുന്നത്, ഞാൻ അതിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, വേവെക്സിൻ്റെ. ഇതിൻ്റെ ഷാമ്പു ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇവരുടെ പിന്നെ ഡാഷ്ബോർഡ് ആൻഡ് ലെതർ കണ്ടീഷണർ പ്ലസ് പ്രൊട്ടക്ടർ എന്നാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് 2-3 മാസമായി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരു നല്ല ഭയങ്കര റെസ്പോൺസ് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ റേറ്റും ഇപ്പോൾ ഈ സാധനത്തിന് 400 രൂപേൻ്റെ അടുത്തുള്ളൂ 1 kg തന്നെ. ഇത് പിന്നെ ഒരു സ്പെഷ്യൽ അവിടെ എഴുതിയിട്ടുണ്ട്, 0 ഡസ്റ്റ് അട്രാക്ഷൻ ആണ്. ഇത് പക്ഷേ ഡസ്റ്റ് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യണമെന്നുള്ളൂ, ബാക്കിയുള്ളതിനൊക്കെ ഭയങ്കര ഡസ്റ്റ് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഗുണം എന്താ വെച്ചാൽ UV ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ ഇത് എന്താ വെച്ചാൽ പറയുക, UV ഇങ്ങോട്ട് തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ കണ്ണിന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അപ്പോൾ ഈ നട്ടുച്ചയ്ക്കൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ കണ്ണിലേക്ക് റിഫ്ലക്ട് ചെയ്താൽ ഭയങ്കര ഇതാണല്ലോ, കണ്ണിന് ഇറിറ്റേഷൻ വരും. അപ്പോൾ അത് കുറയ്ക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഗ്രീസി ഫോർമുലയല്ല, പിന്നെ ക്ലീൻ ചെയ്യും, ഷൈൻ ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ നോർമലി ഇപ്പോൾ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ ക്ലീൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യണം. ഇവർക്ക് ഉണ്ട്, വേവെക്സിൻ്റെ കുറേ പ്രോഡക്റ്റ് ഉണ്ട്, പക്ഷേ ഇതിന് ആവശ്യമില്ല. ഇത് വെച്ച് തന്നെ നമുക്ക് ഇത് ക്ലീൻ ആവുകയും ചെയ്യും, നല്ലൊരു ക്ലോത്ത് വെച്ച് ക്ലീൻ ചെയ്താൽ മതി. ഷൈൻസും പ്രൊട്ടക്റ്റും ആവുന്നുണ്ട്. പിന്നെ നല്ല സ്മെല്ലും ഉണ്ട്, UV പ്രൊട്ടക്ഷൻസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഓൾറെഡി മുമ്പ് ഇതിട്ടുണ്ട്, 615 നമ്മൾ നോക്കണ്ട കേട്ടോ, മറ്റേ ആമസോണിൽ റേറ്റ് കുറവാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ വേവെക്സിൻ്റെ PLR ക്ലീനർ എന്നിട്ട് വേറെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് മുമ്പ് അതിൻ്റെ എഫക്റ്റ് വരുന്നില്ല, കണ്ടു. കുറച്ച് ഇവിടെയൊക്കെ സ്ഥിരം പിടിക്കുന്ന കാരണം അപ്പോൾ പോളിഷൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാം. ഇത് ജസ്റ്റ് വെറുതെ ഇങ്ങനെ തുടക്കേ വേണ്ടു, യൂണിഫോം മോഷനിൽ തുടച്ചിട്ട് ഫുൾ തുടയ്ക്കാം. നമുക്ക് എവിടെ വേണമെങ്കിൽ തുടയ്ക്കാം, ലെതറിലും തുടയ്ക്കാം, ഇവിടെയൊക്കെ തുടയ്ക്കാം. ശരിക്കും ഇത് ഇവിടെ തുടയ്ക്കാൻ പാടില്ല എന്നാണ്, എന്താ വെച്ചാൽ നമ്മൾ വഴുക്കിൽ വരില്ല. പക്ഷേ ഈ ഇത് ലെതറിൻ്റെ ഒരു ഇതിട്ട കാരണം ഇപ്പോൾ ആ പ്രോബ്ലം ഇല്ല, എന്ന് വെച്ചാൽ സ്കിഡ് ആവുന്നില്ല. അപ്പോൾ അങ്ങനെ പ്രോബ്ലം ഇല്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ പോളിഷ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യത വരുന്നുണ്ട്, വെച്ചാൽ വഴുക്കിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു തിളക്കം വരുന്നതായിരിക്കും, നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്കിത് തേച്ചിട്ട് വേണമെങ്കിൽ തുടച്ച് കളയാം. ബാക്കിയുള്ളവർ പറയും നമ്മൾ സ്പ്രേ ചെയ്തിട്ട് തുടച്ചിട്ട് പിന്നെ തുടച്ച് കളയാൻ പാടില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ തുടച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ റെസിഡ്യൂഡ് അധികം ഇപ്പോൾ ഹോട്ടലുണ്ടെങ്കിൽ വെച്ചാൽ ഹോട്ടലുണ്ടാവില്ല, ഗ്രീസി അല്ല, അത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തുടച്ച് കളയാം. വേറെ ഒരു പ്ലെയിൻ ക്ലോത്ത് എടുത്തിട്ട് തുടച്ച് കളയാം, ഫുൾ തുടച്ച് കളയാം. എന്നാലും അതിൻ്റെ ആ ഗ്ലേസിങ് ഷൈനിങ് പ്രൊഡക്ഷൻ അതുമേ തന്നെ ഉണ്ടായിരിക്കും. അതാണ് ഇവരുടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ കാരണം. അപ്പോൾ ഇത് തന്നെ എഫക്റ്റ് നിങ്ങൾക്ക് തന്നെ ഇത് കൂടെ കാണുന്നുണ്ടോ എന്ന് മനസ്സിലാവുന്നില്ല. ഒരു ഭയങ്കര ഒരു പുതിയ വണ്ടിയുടെ ഒരു ഷൈൻ വരും. ഇത് ഇവിടെയൊക്കെ നോക്കുന്നത് ഇവിടെ കറക്റ്റ് ഫുൾ ആയിരുന്നില്ല. അതാണ് ഈ സൈഡ്, ഇപ്പോൾ ഈ സൈഡും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സൈഡ് മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ ഇത് ഗ്രീസി എന്നല്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ 2-3 മാസമായിട്ടുണ്ട് ഉപയോഗിച്ചു തുടങ്ങി. അപ്പോൾ ഇതിൽ വെച്ച് ഫിക്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ കുറേ എണ്ണം ഉപയോഗിച്ച് നോക്കി. അപ്പോൾ അതിന് കുറച്ച് എൻ്റെ ഇതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്. ഇപ്പോൾ ഇതിന് മുമ്പ് ഫോർമുല 1 ഒക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഇത്ര എഫക്റ്റീവ് ആവുന്നില്ല. അപ്പോൾ പിന്നെ ഭയങ്കര റേറ്റും. അപ്പോൾ വേവെക്സ് ആണ് എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ ഇവരുടെ ഷാമ്പു തന്നെയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്, പോളിഷ് പ്ലസ് ഷാമ്പുള്ള ടൈപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പ് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് പോയി കാണാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾ പോളിഷ് ചെയ്യണ പിന്നെ വേറൊരു ഇതുണ്ട്, നമ്മുടെ ഈ കുറേ പേര് പറയും നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഈ വേസലീനൊക്കെ വെച്ച് ഉപയോഗിക്കാമെന്നൊക്കെ പറയും. പക്ഷേ വേസലീൻ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധനം മെറ്റീരിയലിന് കേടാന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ സർവീസ് സെൻ്ററിൽ വെച്ചപ്പോൾ അവർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, സാധനം ഷൈൻ വരും പക്ഷേ മെറ്റീരിയലിന് കേടാ, അതിൻ്റെ ഷൈനൊക്കെ പോകുമെന്നാണ് പറയുന്നത്. പിന്നെ എൻ്റെ ബോഡിയുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോകുമെന്നാണ് പറയുന്നത്. അത് ഉപയോഗിക്കരുത് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ സർവീസ് സെൻ്ററിൽ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ കുറേ ടിപ്സും എന്നൊക്കെ ഞാൻ യൂട്യൂബിൽ കാണുന്നുണ്ട്. ഈ നമുക്ക് വാസലിൻ ഉപയോഗിച്ച് ചെയ്യാം, ഷൈൻ വരും, അത് ഉറപ്പാണ്. അതെന്ന് വെച്ചാൽ അതിൽ നമ്മുടെ ഇത് വരുന്നതാണല്ലോ, പെട്രോളിയം ജെല്ലി ആണല്ലോ. നിങ്ങൾ മാക്സിമം ഇത് വലിയ റേറ്റ് ഒന്നും ഇല്ല, വലിയ ബോട്ടിൽ 400 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ഒരു വണ്ടിയിൽ നോക്കണവർക്ക് ക്യാരിങ് ചെയ്യുന്നവർക്ക് ഈ സാധനം നല്ലതായിരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഫോർമുല 1 3M നല്ല റേറ്റാണ്, അപ്പോൾ അത് വേണമെന്നില്ല, ഇതായാലും മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടാ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.